ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പിസ്സ ചപ്പാത്തിയാണ് കേട്ടോ. പൊന്തി വന്നാൽ ശരിയായി. പിസ്സ ചപ്പാത്തി ഉണ്ടാക്കി കാണിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് പിസ്സ ചപ്പാത്തി ചിക്കൻ ഉണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഇവിടെ സബോള, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, ചീസ്, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നെയ്യ് വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം. ആദ്യം ചപ്പാത്തി ചുട്ടെടുത്തിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കണം പിസ്സ ചപ്പാത്തി ഉണ്ടല്ലോ, കുറച്ച് ഹെവിയാണ് കേട്ടോ. ചിക്കനൊന്നും ഉണ്ടാവാറില്ല, മുട്ട അങ്ങനെ പുഴുങ്ങിയിട്ടൊന്നും ഞാൻ വയ്ക്കാറില്ല. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ, അത് ശരിയാക്കാം. ആദ്യം ഇത്തിരി എന്തൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ അതൊക്കെ വാരിയിടുക. അപ്പോൾ ആദ്യം സബോള ഇട്ടു, കുറച്ച് ക്യാപ്സിക്കം ഇടാം, കുറച്ച് തക്കാളി ഇടാം, കുറച്ച് മിളകും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ടൊമാറ്റോ ഇതുണ്ടല്ലോ, സോസ് ഉണ്ടല്ലോ, അത്രയ്ക്കധികം ഇഷ്ടമല്ല എനിക്ക്, കൂടുതൽ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ മുളക് പൊടി എരിവിടുന്നത് ഇഷ്ടം. കുറച്ച് പച്ചമുളക് ഇടാം. എരിവ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോസ് മധുരം ഇഷ്ടമല്ല. നമുക്കത് മുട്ട, ഇതിലേക്ക് മുട്ട വയ്ക്കാം. കാണാണ്ടാണോ ഇത് ചെയ്യണേലേക്ക് ഞാൻ നോക്കണത്. കുറച്ച് നമ്മൾ ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ അതിൽ ഒരു നിയമവും ഇല്ല, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും നിയമമില്ല. കിട്ടിയതൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്നാൻ ടേസ്റ്റ് വേണം, ഹെൽത്തി ആയിരിക്കണം, അതൊക്കെ ഇടാം. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ മേലെ ചീസ് തിരുകിയിടാം. അപ്പം എല്ലാം ഇട്ടില്ല, ഞാൻ ക്യാരറ്റ് ഇട്ടില്ല. ക്യാരറ്റ് നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള എല്ലാ വെജിറ്റബിളും, ഇറച്ചി, മീനും, മുട്ടയും ഒക്കെ ഇടുക. കാർബോഹൈഡ്രേറ്റ് ചപ്പാത്തി ഉണ്ടല്ലോ. ഇനി ചീസ് അതിൻ്റെ മേലെ തിരികിടട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ഗ്രില്ല് ചെയ്യാം ഓവനിൽ വെച്ചിട്ട്. ഓവണില്ലാത്തവർ കുക്കറിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് വേറെ പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം കേട്ടോ. നമ്മളത് ഓവനിൽ 2 മിനിറ്റ് വയ്ക്കാൻ പോകണം. ഓവണുള്ളവരിങ്ങനെ ചെയ്താൽ, ഇല്ലാത്തവർ ചെയ്യാൻ പറ്റും. ഇത് അടിഭാഗം വെന്തേ, ഇപ്പം മേൽഭാഗം മാത്രം ഒന്ന് ചൂടാവുണ്ടോ, ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് വയ്ക്കണത്. രണ്ട് മിനിറ്റ് ഗ്രില്ലിടും. മൂന്ന് മിനിറ്റ് കൊടുക്കും. അത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ മെൽറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് കാണാം കേട്ടോ. ഇതൊരു 32 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇവിടെ മറ്റേത് ഉണ്ടാക്കാം. ഞാനതോടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഇതായിരിക്കും വയ്ക്കാം. ഇതിങ്ങനെ ചെയ്യണത്, ഒന്നും വേവിക്കുന്നു വേണ്ട. ചപ്പാത്തി വേവിച്ചതാണ്, ചിക്കൻ വേവിച്ചതാണ്, മുട്ട വേവിച്ചതാണ്. പിന്നെ മറ്റേ വെജിറ്റബിളൊക്കെ നമ്മൾ സാലഡിൽ കഴിക്കണ വെജിറ്റബിളാണ്. അത് കാരണം ഇത് അധികം വേവേണ്ട ഒരാവശ്യം, ഒന്ന് ലൈറ്റായി ചൂടാക്കിയാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് എവിടെ ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. ചൂടുണ്ടല്ലോ, വേണ്ട, നല്ല മെൽറ്റായി, നല്ല സൂപ്പർ സെറ്റായി. കാണിച്ചു തരാം. സൂപ്പർ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കാണാമല്ലേ, നല്ല ഭംഗിയില്ലേ.
ഇതിലെല്ലാതും ഉണ്ട്. ഇറച്ചിയുണ്ട്, മീനില്ല, ഇറച്ചിയുണ്ട്, ചിക്കനുണ്ട്, മുട്ടയുണ്ട്, എല്ലാ സാലഡ്, വെജിറ്റബിൾ എല്ലാതും ഉണ്ട്, ചീസുണ്ട്. അപ്പോൾ ഇതൊരു സമീകൃതാകാരമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ പണിയില്ലല്ലോ, ചപ്പാത്തി ഇപ്പോൾ റെഡിമെയ്ഡ് കിട്ടുമല്ലോ. ഇത് ഇപ്പം ഇന്നേക്ക് ഉണ്ടാക്കിയാന്നല്ലോ, ഇന്നലെ ചിക്കൻ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അതിന് കഷ്ണം പിച്ചെടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കിയില്ല. ഇങ്ങനെയൊക്കെ എളുപ്പപ്പണി ചെയ്താൽ എല്ലാവർക്കും ഈസി ഉണ്ടാവും. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനും പറ്റില്ല. തുള്ളി എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഒരു തുള്ളി ചപ്പാത്തി ചുടുമ്പോൾ ഒരു തുള്ളി നെയ്യ് മാത്രം. നെയ്യ് നല്ലതാണല്ലോ, HDL ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേത് വെക്കട്ടെ. ഇതും കൂടി വെച്ചിട്ട് അതെടുത്ത് ഉണ്ടാക്കി. ഉണ്ടോ, എൻ്റെ പണികളൊക്കെ ഇങ്ങനെ എളുപ്പപ്പണിയാണ് കേട്ടോ. എളുപ്പപ്പണിയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. 2 മിനിറ്റ് മതി കേട്ടോ. ചൂടായിട്ടുണ്ടല്ലോ, ഓൾറെഡി ഓവൻ ചൂടായിട്ടല്ലോ കിടക്കണം, അത് കാരണം 2 മിനിറ്റ്. അപ്പോൾ ഇതൊന്ന് ആവട്ടെ, കാണിക്കാം. നമ്മുടെ രണ്ടാമത്തെ പിസ്സ ചപ്പാത്തി, ഹെൽത്തി പിസ്സ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാനിത്ര തന്നെ ഓരോന്നെ കഴിക്കുള്ളൂ, പിന്നെ വല്ല ഫ്രൂട്ട്സും കഴിക്കും. ഈ ഫ്രൂട്ട്സിൻ്റെ പേര് നിന്നാ, എന്നിട്ട് മങ്കൂസ എന്നിട്ട് പറഞ്ഞു നല്ലതാണ്, ഭയങ്കര ഹെൽത്തിയാന്ന് പറഞ്ഞു. ക്യാൻസറിന് കൂടെ നല്ല മരുന്ന്, അല്ലിയായിട്ടുണ്ടാവും, നമ്മുടെ റംബൂട്ടാൻ്റെ മാതിരി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊന്ന് വാങ്ങിയൊന്ന് നോക്കാൻ, പരീക്ഷിക്കാൻ. നല്ല സാധനമാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം നമുക്ക് ഒരെണ്ണം കൂടി അതിലേക്ക് വയ്ക്കാം. അങ്ങനെ എക്സ്ട്രാ വല്ലവർക്കും ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം. ഞാനങ്ങനെ ഒരു ആഹാരം നിറയെ കഴിക്കില്ല, എല്ലാം കുറച്ച് കുറച്ച്. എനിക്ക് എപ്പോഴും ഇംഗ്ലീഷ് ഫുഡിനോടാണ് ഇഷ്ടം കേട്ടോ. നമ്മളുടെ ഫുഡ് ഉണ്ടാക്കണേക്കാളധികം ഇംഗ്ലീഷ് ഫുഡിനോടാണ് ഇഷ്ടം. ചോറ് എനിക്കിഷ്ടമല്ല. ഫ്രൂട്ട്സുകൾ അങ്ങനെ ഇങ്ങനെ വല്ലതും ഉണ്ടാക്കി കഴിക്കുക, ഹെവി ആയിട്ടുള്ളത് ഇങ്ങനെ കഴിക്കുക, ഇതാണ് എൻ്റെ ഇഷ്ടം. രണ്ട് മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ പിസ്സ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ചാൽ ഫുള്ളാവും. ഏതെങ്കിലും ഫ്രൂട്ട്സുകളും അതിൻ്റെ കൂടെ പേരക്കയുണ്ട്. ഈ ഫ്രൂട്ട്സ് ഇതുവരെയും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോയി, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ പല വിധത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഇതിൽ മുട്ടയുണ്ട്, ചിക്കനുണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാതും കൂടിയിട്ട് സമീകൃതാഹാരം കഴിച്ച് നല്ലതാണ് കേട്ടോ, എല്ലാവർക്കും നല്ലതാണ്. ഇനി പേരക്കയുണ്ട്, പപ്പായയുണ്ട്, നമുക്ക് വിശക്കുമ്പോൾ എന്ത് വേണേലും എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ ശരി കേട്ടോ, ഞാൻ കഴിക്കാൻ നോക്കട്ടെ, ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ ഒക്കെ ഇടണം ഉച്ചയ്ക്ക്. ഓക്കെ, ബായ്.